CPM പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ. പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം മൗനം പാലിക്കുകയാണ്. ഷർഷാദിന് പിന്നിൽ EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. ഷർഷാദിന്റെ പരാതിക്ക് പുറമെ മറ്റ് പരാതികളും കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് വിവരം. അതേസമയം കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദന് നിർണായകമാണ്. പാർട്ടിക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉയർന്നാലും ഒറ്റക്കെട്ടായി തിരിച്ചടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന നേതാക്കൾ കത്ത് വിവാദത്തിൽ മൂകവാത്മീകമാണ്. ചോർന്ന പരാതി പാർട്ടിയെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്നത് വ്യക്തം. പാർട്ടി അകത്തളങ്ങളിൽ നിന്നും ഉടലെടുത്ത കുടിപ്പക പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ തുറക്കുമോ എന്ന നേതാക്കൾക്കിടയിലെ ആശങ്ക. തമ്മിൽ പോരാടുന്ന രാജേഷ് കൃഷ്ണയെയും മുഹമ്മദ് ഷെർഷാദിനെയും തള്ളാനും കൊള്ളാനും കഴിയാതെ CPM വെട്ടിലായിരിക്കുന്നത്. MV ഗോവിന്ദനെതിരെ അവസരം കാത്തിരിക്കുന്ന EP ആണോ കത്തിന് പിന്നിലെന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. മുൻ മന്ത്രിസഭയിൽ നിലവിലെ മന്ത്രിമാരും വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്ക് ബന്ധമുള്ളതായി കോടതി നൽകിയ രേഖയിൽ നിന്നും വ്യക്തമാണ്. സാമ്പത്തിക ഇടപാടുകൾ അടങ്ങുന്ന രേഖ ആധികാരികമായി കഴിഞ്ഞാൽ പാർട്ടി വെട്ടിലാകും. അതേസമയം സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് പല പരാതികളും PBക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് വിവരം. കത്ത് വിവാദത്തിൽ പാർട്ടി നേതാക്കളും സംസ്ഥാന സെക്രട്ടറിയും മൗനം പാലിക്കുമ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദനും പാർട്ടി വിരുദ്ധർക്കും ഒരുപോലെ നിർണായകമാകും. ജനം, തിരുവനന്തപുരം.